എവിടെയെങ്കിലും ഒന്ന് നിൽക്കുന്നു. അല്ല അല്ല ഉറക്കപ്പാട പിശാച ഊത്തുകാരനെ കേൾക്കാൻ വരുന്നേ. എന്നാ കട്ടങ്ങി എന്നതാണ് എന്നെ വരയ്ക്കാൻ നോക്കിയത്. അവിടെയുള്ള എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ നമ്മുടെ തളിക്കണ അനാമത്തെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടാ? അനാമത്ത് വെള്ളമല്ല മകനെ, ആനാം വെള്ളം. അതുണ്ട് മകനെ. ഉണ്ട് മകനെ. സമയത്തില്ലെങ്കിൽ അച്ഛനെ കയറി ഞാൻ മോനെ വിളിക്കും. ആ ചേച്ചി ഇതൊക്കെ കണ്ട വരുന്ന വഴി തിരിച്ചു പോകും. നിന്റെ അപ്പന്റെ കാര്യല്ലേ? കൊച്ചു വന്നേ. ആൾക്കാർ മാറിക്കോ. മാറി നിൽക്ക്. പേടിക്കണ്ട, മുതലാളി വെടിവെച്ചതാണ്. പടക്കം പടക്കം. കുഞ്ഞിന് വഴി കൊണ്ട മാറാൻ. ഹലോ അങ്കിൾ. ഹായ് ആന്റി. ഹായ് മീനാക്ഷി. ഐ ആം ബ്ലെസ്സി. കുമാരൻ സാറിന്റെ മകൾക്ക് കൂമ്പ് കൈ. നമസ്കാരം. അയ്യാമ്മേ തരകം മുതലാളി. ഇതെന്താ ഇവിടെ ഇത്ര വലിയ ആഘോഷം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണി. മീനാക്ഷി കുഞ്ഞു വരുമ്പോ സ്വീകരിക്കാൻ വേണ്ടിട്ടാണ്. എന്നെ സ്വീകരിക്കാനോ? ഓ മൈ ഗോഡ്. അകത്തിരിപ്പുണ്ട്. അപ്പച്ചന്റെ സ്വീകരണമൊക്കെ എങ്ങനെയാ? തരകന്റെ തുറയെ വരണവരെ തരകൻ ഇങ്ങനെയാണ് കേട്ടാ സ്വീകരിക്കണതേ. വാ മകളെ വാ. ഏതായാലും ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തില്ലേ? ഫാന്റാസ്റ്റിക്. ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ അങ്കിൾ. പിന്നെന്താണ്? എടാ അവന്മാരെ ഒന്ന് കൊതപ്പിക്കടാ. കൊച്ചു ഷൂട്ടിക്കാൻ പിടിക്കാൻ പോവുകയാണ്. പിടിച്ചോ പിടിച്ചോ. പിടിക്കും മകളെ. മകളെ അവൻ മകള് പിടിക്കുന്ന ഷൂട്ടിംഗത്തിൽ അഭിനയിക്കുകയാണ്. അങ്ങാട്ടി തകർത്ത് അഭിനയിക്കടാ. ഇയാളാരാ? അപ്പച്ചന്റെ സെക്യൂരിറ്റിയാ. ബ്ലാക്ക് എന്നാ പേര്. തൊറയിലെ ഗുണ്ടയാണ് കേട്ടാ. പിന്നെ ഇത്തിരി മന്ദബുദ്ധിയാണെന്ന് മാത്രം. പെണ്ണുങ്ങളെ കണ്ട അവന് വലിയ ഇഷ്ടമാണ് കേട്ടാ. ഞങ്ങളൊക്കെ ബ്ലച്ചിക്കൊച്ചിന്റെ കാര്യം പറഞ്ഞവന് വട്ടാക്കിയിരിക്കാൻ. ബാംബെ എന്ന് വന്ന കൊച്ചു എന്നെ കളിയാക്കി ചിരിച്ചല്ലേ? ഞാൻ മന്ദബുദ്ധി ഒന്നും അല്ല കേട്ടാ. അതിന് ഞാൻ കളിയാക്കിയില്ലല്ലോ. ഹായ്, നല്ല അസ്തറിന്റെ മണം. പ്ലച്ചിക്കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലേ കിട്ടൂ. എന്നാ നമുക്ക് ബാംബേക്ക് പോവാം. ഇനി അതിന് വേണമെങ്കിൽ മീനു എന്ത് ബോഡി സ്പ്രേ വേണമെങ്കിലും ഉപയോഗിച്ചു. പക്ഷെ എനിക്കിഷ്ടം കാച്ചി എണ്ണയുടെയും മുല്ലപ്പൂവിന്റെയും തുളസിയുടെയും ഗന്ധമുള്ള എന്റെ മീനാക്ഷി കുട്ടിയാണ്. ജീവിതം മുഴുവൻ ബോംബെയിലായി പോയെന്ന് വെച്ച് എന്റെ ശരീരത്തിലോടുന്ന ഒരു കേരളീയന്റെ രക്തമല്ലേ? ഓ, ഒരു കേരളീയൻ. എങ്കിൽ പിന്നെ ഞാൻ തല മുഴുവൻ എണ്ണയും വെച്ച് മുല്ലപ്പൂൻ ചൂടി മുഖത്ത് മഞ്ഞളും തേച്ച് നടക്കാം. എന്താ, മതിയോ? പോരാ, കൂട്ടത്തിൽ ഇങ്ങോട്ട് വേണ. കുഞ്ഞിന്റെ മകനെ പരിചയപ്പെട്ടായിരുന്ന ഈ തൊറയിലെ ജഗജാലകില്ലാടിയാണ്. ഞാൻ അവന്റെ അപ്പം പത്രോസ് മൂപ്പൻ. ഈ പത്രാസ് മൂപ്പൻ ആളൊരു തിരുമണ്ടനാ. നിങ്ങ ഇവിടെ ചിരിച്ചു കളിച്ചാണ്ട് നിൽക്കുകയാണ്. നത്തോലി കരിക്കാടി ചെമ്പിൻ ചെമ്പൻ ഒരു വാള അയില മത്തി ആകോലി രണ്ട് തിരുന്ന രണ്ട് കല്ലുമേക്ക നെയ്മീൻ ഭൂമിയിൽ ആമി പിന്നെ നമ്മുടെ ബ്ലാക്ക് പിടിച്ചാണ്ട് വന്ന ഒരാൾ പൊക്കമുള്ള ഒരു കൊമ്പൻ സ്രാവ്. ഇതെല്ലാം അകത്ത് മേശമേ മകളെ കാത്തിരിക്കുകയാണ്. വന്ന് തിന്ന്
എന്താണ് പേസ്കറ്റ് ബെല്ലൊരു ശ്വാസകാരം? മീൻ തിന്നുകയല്ലേ? അത് എങ്കിൽ ആട് മാട് കോഴി താറാവ് മുയല് പന്നി പശു പോത്ത് പിന്നെ നല്ല കിളിന്ത് വെടിയിറച്ചി എന്താണ് ഇത്രയൊക്കെ പോരെ മകളെ? അയ്യോ അതല്ല പ്രശ്നം. ഇനി എന്താണ് പ്രശ്നം? ഞാൻ വെജിറ്റേറിയനാ. അയ്യോ അത്രേ ഉള്ള. അങ്ങനെ ആയിരിക്കുമ്പോഴേ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഇറച്ചി മീനൊക്കെ വാരി വലിച്ചു തിന്നു. പക്ഷെ ചുറ്റുവൃത്തിയുടെ കൂടെ നാളെ വിളക്ക് കത്തിക്കാൻ പോകത്തുള്ളൂ. അയ്യോ അതല്ലപ്പാ, പിന്നെന്താണ്? ചേച്ചി പച്ചക്കറിയെ കഴിക്കുള്ളൂ എന്നാ പറഞ്ഞു. അതായിരുന്ന എങ്കിൽ 7 തുറയിലെ പച്ചക്കറി മേടിക്കാണ് വേറെ ബ്ലാക്ക്. ആ മൂട് കുലിക്കണ പെണ്ണുങ്ങളെ എത്തിയ എങ്കിൽ സമയം കളയാണ്ട് കുലിക്ക് തുടങ്ങാൻ പറയണ. ഇപ്പോഴാണ് കുളിച്ച് തീരൂ. ആ തീരും. വെള്ളം ഒന്ന് പെട്ടെന്ന് മാറു ബ്ലാക്ക്. ഇപ്പൊ മാറാൻ കേട്ടാ. ഒരാഴ്ച കൂടിയിട്ട് കുളിക്കണതാണ് ഈ ദേഹം തണുക്കണ്ട. കടലിലെ വെള്ളം മുഴുവൻ എടുത്താലും ഈ ദേഹം തണുക്കത്തില്ലട്ടാ. ഈ തടി ഉണ്ടാക്കിയെടുക്കാൻ എന്റെ അപ്പൻ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടെന്നറിയായ. വർത്താനം പറയണ്. ഞാനിപ്പോഴൊന്നും മാറുകയല്ല. വേറെ പൈപ്പിൽ പോയി കുളിച്ചാ. എന്തൊരു തണുപ്പ്. പെണ്ണുങ്ങളുടെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ കണ്ടിട്ടുണ്ട്. ഇത് പാണുങ്ങളുടെ കുളി സീൻ ഒളിഞ്ഞു നോക്കണ ആദ്യമായിട്ട് കാണാണ് കേട്ടാ. ബ്ലസ്സിക്കൊച്ച് ചരവഞ്ചര സിനിമ കണ്ടിട്ടുണ്ട ജയന്റെ? അതിന്റെ അകത്ത് പുള്ളിക്കാരെ എണ്ണയിട്ട് കുതിരയെ തേപ്പിക്കുമ്പോ ചീലപ്പെണ്ണ് ഒളിഞ്ഞു നോക്കുന്ന ഒരു സീനുണ്ട് കേട്ടാ. അതുപോലെയാണ് ഇത്. അന്ന് ജയൻ കുതിരയെ കുളിപ്പിച്ചു. ഇന്ന് ജയ കുറെ പിള്ളേരെല്ലാം കൂടി കഴുതയെ കുളിപ്പിക്കും. കുതിരയെ കണ്ടാലും കഴുതയെ കണ്ടാലും പെണ്ണുങ്ങൾക്ക് ഇതേ വിചാരമില്ല കേട്ടാ. ഓ എന്റെ തലവിധി ഞാനെന്തിനാ കുളിച്ച് സുന്ദരനാകുന്നറിയായ? എന്തിനാ? ഓ ഒന്നും അറിയാത്ത പോലെ. ഇന്നല്ലേ ബ്ലച്ചിക്കൊച്ചിനെ പെണ്ണ് കാണാൻ വന്നത്. അതിന് നീ എന്തിനാണ് കുളിക്കണത്? ഉച്ചക്ക് വന്ന് തട്ടിക്കയറ്റിയാ പോരെ? തട്ടും തട്ടും. ബ്ലച്ചിക്കൊച്ചിനെ ഇത്തവണ കെട്ടാമെന്നവനും തട്ടിപ്പോ. അന്നേരം തയ്യാറായിരുന്നോളാൻ എന്നാട് പറഞ്ഞത് ഈ ടണ്ണ. ഞാനെപ്പ പറഞ്ഞു? ഇങ്ങോട്ട് പറ. യവനും ആ സീസൺ കൂടിയാണ് ബ്ലാക്കിന് വേണ്ടാതീനൊക്കെ പറഞ്ഞു കൊടുക്കണത് കേട്ടാ. ഇനി എങ്ങാനും എന്റെ ബ്ലസ്സി മോളെ കളിയാക്കിയാ ഞാൻ എന്നാ ചെയ്യുമെന്ന് അറിയാവാടാ. എന്നാ ഞാനെന്ന തുറക്കാരാണ് പറയണത്. ബ്ലച്ചിക്കൊച്ചിനെ കെട്ടാൻ വേണവരെല്ലാം തട്ടിപ്പോകുന്നു. അയ്യോ മീനാക്ഷി കുഞ്ഞെന്താ ഇറങ്ങാൻ തുടങ്ങുവാ? ബ്ലസ്സിയുടെ അപ്പം വന്നിട്ട് പോയാ പോരാ. ഉച്ചയ്ക്ക് മുമ്പ് മൂസത്തിന്റെ അടുത്ത് എത്തണമെന്നാ പറഞ്ഞത്. ഇനി നിന്നാ വൈകും. ചേച്ചി പോയിക്കോ. ആ മൂസത് ഭയങ്കര ചൂടനാന്നാ കേട്ടിട്ടില്ലേ.